a new class of Jolly tutorials. In the NCERT Chapter 8 Introduction to Trigonometry next topic ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് trigonometric ratios of some specific angles. അപ്പം ഇതിനകത്ത് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആംഗിൾസ് 45 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇതിൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അതായത് സൈൻ കോസ് ടാൻ കൊസീക് സീക് കോട്ട് ഈ ആറെണ്ണം ഇതിൻ്റെ ഈ ഇത്രയും ആംഗിൾസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റേഷ്യോസിൻ്റെ വാല്യൂ അതാണ് നമ്മൾ പ്രൂഫ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൂഫാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ വാല്യൂസ് ഇത് പ്രൂഫ് മനസ്സിലാക്കി വെക്കണം, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഡയറക്റ്റ് നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസ് വരും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 45 ഡിഗ്രി. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ ബി സി. ഇതിനകത്ത് ബി ആണ് 90 ഡിഗ്രി ആയിട്ടുള്ളത്. സോ എയും സി ആൻഡ് ഞാൻ കൺസിഡർ ചെയ്യുക ഇഫ് ആംഗിൾ എ 45 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സി എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. നമ്മളുടെ ട്രയാങ്കിളിൻ്റെ ഇന്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി അതിൻ്റെ ടോട്ടൽ എത്ര വരണം 180 ഡിഗ്രി. എയും ബിയും എത്രയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തതനുസരിച്ച് നമുക്കറിയാം. സോ എ 45ഉം ബി 90 ആയതുകൊണ്ട് 45 പ്ലസ് 90 വിച്ച് ഇസ് 135 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി എത്രയായിരിക്കും? ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 135 വിച്ച് ഇസ് അഗെയിൻ 45 ഡിഗ്രി. സോ ആംഗിൾ സിയും നമുക്കിവിടെ 45 ഡിഗ്രി എന്ന വാല്യൂ കിട്ടും. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. In triangle ABC, angle B equal to 90 degree and if angle A equal to 45 degree, then angle C നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് 180 degree minus angle B plus angle A equal to 180 degree minus 90 plus 45 which is equal to 45 degree. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആംഗിൾ എയും 45 ഡിഗ്രിയാണ്, ആംഗിൾ സിയും 45 ഡിഗ്രിയാണ്. നമ്മൾ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറമാണ്. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്. സോ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ. സോ വി ക്യാൻ സേ ദാറ്റ് ബി സി ഈക്വൽ ടു ബി എ. സോ ഇവിടെ ഞാൻ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് therefore angle A equal to angle C which is equal to 45 degree and this gives us that BC equal to AB. The reason is that sides opposite to equal angles are equal. ഇനി അടുത്തത് നമ്മൾ യൂഷ്വലി ഈ ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് രണ്ട് സൈഡ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ അതായത് ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യുക ലെറ്റ് ബി സി ഈക്വൽ ടു എ ബി ഈക്വൽ ടു എ. രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആണെന്ന് നമ്മൾ ഈ തിയറത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ആ വാല്യൂ എ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. ഇനി എന്ത് ചെയ്യും? അപ്പം ഇതിൻ്റെ വാല്യൂ എ, ഇതിൻ്റെ വാല്യൂ എ. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് സൈഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തേർഡ് സൈഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യും. അപ്പം നമുക്ക് പൈതഗോറസ് തിയറം അറിയാം. എ സി സ്ക്വയർ അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പം എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കാരണം ഇവിടെ നമ്മൾ അതിൻ്റെ വാല്യൂ എ എന്ന് എടുത്തിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ. therefore എ സി ഈക്വൽ ടു 2a സ്ക്വയർ, എ സി സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ. അപ്പം എ സിയുടെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് എടുത്താൽ പോരെ രണ്ട് സൈഡിലും. സോ എ സി ഈക്വൽ ടു റൂട്ട് 2a. അപ്പം നമുക്കിപ്പോൾ മൂന്ന് സൈഡ്സിൻ്റെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എ ബി ഈസ് എ, ബി സി ഈസ് ഓൾസോ എ ആൻഡ് എ സി ഈസ് റൂട്ട് 2a. ഇനി നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് സൈൻ ഓഫ് 45 ഡിഗ്രി, ഇത് ഞാൻ എ ഇപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സൈൻ എ, എയുടെ വാല്യൂ 45 ആണെങ്കിൽ ഞാൻ സൈൻ 45 എഴുതുവാണ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളുടെ ഫോർമുല അനുസരിച്ച് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ സി. ബി സിയുടെ വാല്യൂ എന്താ? എ.
എ സിയുടെ വാല്യൂ √2a. രണ്ടിടത്ത് a ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എനിക്കിതിന് 1/√2 എന്ന് കിട്ടി. സോ sin 45ന്റെ വാല്യൂ 1/√2. ഇനി cos 45 a വെച്ച് നോക്കുമ്പോൾ adjacent side divided by hypotenuse. അപ്പോൾ ഇത് AB divided by AC എന്നാകും, which is equal to a divided by √2a. വീണ്ടും a വേഗം ക്യാൻസൽ ആവും. again we get this as 1/√2. ഇനി അടുത്ത് നമുക്ക് tan 45 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. tan 45 എന്ന് പറയുമ്പോൾ അതായത് tan a വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ adjacent സൈഡ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് BC divided by AB എന്ന് എഴുതാം, which is equal to a divided by a. ക്യാൻസൽ ആയ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 1. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 എണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ മതി ബാക്കി 3 എണ്ണത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സോ സൈൻ്റെ വാല്യൂ 1/√2, കോസ് ഇസ് 1/√2 ആൻഡ് ടാൻ ഇസ് 1. ഇനി പെട്ടെന്ന് അപ്പോൾ നമുക്ക് എഴുതാം cosec 45 ഡിഗ്രി ഈക്വൽ ടു 1/sin 45 ഡിഗ്രി, വിച്ച് ഇസ് ഈക്വൽ ടു 1/√2. ഇതിൻ്റെ 1/√2ൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2. സോ അതിൻ്റെ വാല്യൂ √2. അങ്ങനെ തന്നെ sec 45 ഡിഗ്രി ഈക്വൽ ടു 1/cos 45 ഡിഗ്രി ഈക്വൽ ടു 1/1/√2, വിച്ച് ഇസ് ഈക്വൽ ടു അഗൈൻ √2. ഇനി അവസാനത്തെ നമ്മളുടെ cot 45 ഡിഗ്രി ഈക്വൽ ടു 1/tan 45 ഡിഗ്രി, which is equal to 1/1, which is again 1. So ഈ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് നമ്മളുടെ 45 ഡിഗ്രിയുടെ വാല്യൂസ് വരുന്നത്. സൈൻ ഇസ് 1/√2, കോസ് ഇസ് 1/√2, ടാൻ ഇസ് 1, കൊസീക്ക് ഇസ് √2, സീക്ക് ഇസ് √2 ആൻഡ് കോട്ട് ഇസ് 1. സോ ഈ 6 എണ്ണം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 45 ഡിഗ്രി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് 2 ആംഗിൾസിൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. അത് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ നമ്മൾ സൈഡ്സ് കണ്ടുപിടിച്ചിട്ടാണല്ലോ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ 2 ആംഗിൾസിൻ്റെയും ട്രയാങ്കിളിലോട്ട് നമ്മൾ പോകുന്ന ആ ഒരു പ്രൂഫ് അത് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ ഒരു ട്രയാങ്കിളിനകത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് ഒരു ആംഗിൾ 30 ആണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ആംഗിൾ 60 തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഒറ്റ ട്രയാങ്കിളിൻ്റെ പ്രൂഫ് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് ആദ്യം നമ്മളൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ ABC ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. കൂടാതെ എവറി ആംഗിൾ ദാറ്റ്സ് ഓൾ 3 ആംഗിൾ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. So this is an equilateral triangle ABC. അപ്പം ഈ AB, BC and AC 3 സൈഡ്സിൻ്റെയും വാല്യൂ സെയിം ആണ്. കൂടാതെ ഇതിൻ്റെ ഓരോ ആംഗിൾ B, ആംഗിൾ A കംപ്ലീറ്റ് ആൻഡ് ആംഗിൾ C ഇതിൻ്റെ വാല്യൂ 60 ഡിഗ്രി ആയിരിക്കും. So that we have written here. Now what we are doing is that we are doing a construction, that is draw a perpendicular AD from vertex A to side BC. അപ്പം ഈ vertex A യിൽ നിന്ന് നമ്മൾ BC എന്ന് പറഞ്ഞ സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ ഇത് വന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഞാൻ D ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എന്താണ് ഇവിടെ 90 ഡിഗ്രിയാണ് വാല്യൂ. ഇനി now BC equal to CA, BC equal to CA. Because I'm sorry, it's not BC, it's actually BA. I have written it wrong. Okay. BA equal to CA. കാരണം ഇത് രണ്ടും സൈഡ്സ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. സോ BA is equal to CA. Now next thing is that angle ABD ഈക്വൽ ടു ആംഗിൾ ACD. രണ്ടും 60 ഡിഗ്രി അല്ലേ, ഇതും 60 ഡിഗ്രി അല്ലേ. കാരണം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ വേർട്ടെക്സിൻ്റെയും ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C എന്നാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷനകത്ത് എഴുതിയിരിക്കുന്നത്. തേർഡ് വൺ ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പെർപെൻഡിക്കുലർ ഫ്രം ദ വേർട്ടെക്സ് ബൈസെക്സ് ദ ആംഗിൾ. അപ്പം ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരുന്നു, പക്ഷേ ഈ പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചതുകൊണ്ട് അത് ബൈസെക്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് 30 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് ഓൾസോ 30 ഡിഗ്രി. സോ വി ഗെറ്റ് ആസ് ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD, വിച്ച് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി.
അപ്പം ഈ 3 പ്രോപ്പർട്ടി കാരണം നമുക്ക് എ ക്രൈറ്റീരിയൻ യൂസ് ചെയ്ത് ക്രൈറ്റീരിയൻ അല്ല ASA കോൺഗ്രുവൻസ് റൂൾ കോൺഗ്രുവൻസ് റൂൾ യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ ABD is congruent to triangle ACD. Triangle ABD is congruent to triangle ADC. So ഈ ഒരു കോൺഗ്രുവൻസ് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് BD equal to DC. കാരണം ഇത് രണ്ട് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണല്ലോ, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എ congruent triangle. So that's why we can say that BD equal to DC എന്ന് നമുക്ക് ഇത് ഇവിടുന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ now we consider triangle ABD. triangle ABD ഈ ഒരു ട്രയാങ്കിൾ മാത്രം നമ്മൾ കൺസിഡർ, അതാണ് ഞാൻ ഇങ്ങോട്ട് വരച്ച് വെച്ചേക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ D എന്ന് പറഞ്ഞ വേർട്ടെക്സിലാണ് 90 ഡിഗ്രി, B ആണ് 60 ഡിഗ്രി ആൻഡ് എന്റെ ഈ ഒരു പാർട്ട് 30 ഡിഗ്രി. അപ്പൊ ഞാൻ അത് ഇങ്ങോട്ട് വരച്ച് വെച്ചേക്കും. ഇനി ഞാൻ സപ്പോസ് ചെയ്യുക ഈ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിനകത്ത് ഓരോ സൈഡിന്റെ വാല്യൂ 2A ആണ് നമ്മൾ അസ്യൂം ചെയ്യുക, ഓരോ സൈഡും 2A. അപ്പം ഇതും കംപ്ലീറ്റ്ലി 2A. സോ ഐ എം അസ്യൂമിങ് ലൈക്ക് ദാറ്റ്. സോ വാട്ട് വി ഗെറ്റ് ഇസ് ദാറ്റ് ദിസ് സൈഡ് AB its value is 2A. ABയുടെ വാല്യൂ 2A. ഇനി BD എന്ന് വെച്ചാൽ ഈ BCയുടെ ഹാഫ് അല്ലേ, നമ്മളിവിടെ പ്രൂവ് ചെയ്തായിരുന്നു BD ഈക്വൽ ടു DC. അപ്പം ടോട്ടൽ BC 2A ആണെങ്കിൽ BDയുടെ വാല്യൂ എത്രയായിരിക്കും, അതിന്റെ ഹാഫ് വിച്ച് ഇസ് A. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ADയും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമെന്നല്ലേ ഉള്ളൂ. സോ ഐ ജസ്റ്റ് റൈറ്റ് ദാറ്റ് ടു. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, തേർഡ് സൈഡ് നമ്മളുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. So using Pythagoras theorem we can write that AD square equal to AB square minus BD square. So what is AD equal to root of AB square minus BD square, which is equal to root of AB square ന്റെ വാല്യൂ എത്രയാ 2A the whole square minus BD square ന്റെ വാല്യൂ എത്രയാ A square, which is equal to root of ഇതെന്ന് പറയുമ്പോൾ 4A square minus A square which is equal to root of 3A square which is equal to നമുക്ക് root 3നെ അകത്ത് തന്നെ ഇടാം. സോ ദിസ് വുഡ് ബി root 3A. അപ്പം നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടി root 3A. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിമ്പിൾ ആണ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 30 ഡിഗ്രി ആൻഡ് ഓൾസോ 60 ഡിഗ്രി. സോ നമ്മളുടെ ഈ ട്രയാങ്കിളിനകത്ത് 60 ഡിഗ്രി ഉണ്ട്, 30 ഡിഗ്രി ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൗ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. സോ ഇവിടെ ഞാൻ 30 ഡിഗ്രിയുടെ എഴുതുക, ഇവിടെ ഞാൻ 60 ഡിഗ്രിയുടെ എഴുതുക. ആൻഡ് ഫസ്റ്റ് ഇസ് സൈൻ, ദെൻ നെക്സ്റ്റ് കോസ്, ടാൻ, കൊസീക്, സീക് ആൻഡ് കോട്ട്. നമുക്ക് ഇതിന്റെ ഫോർമുല മാത്രം ഒന്ന് കൺസിഡർ. സൈൻ 30 എന്ന് പറയുമ്പോൾ നമ്മുടെ വേർട്ടെക്സ് എനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ ആദ്യം ഇതിന്. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ വി ഗെറ്റ് ദിസ് ആസ് ഈക്വൽ ടു A by 2A. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് BD ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ഇസ് AB. സോ A മെയിൻ ക്യാൻസൽ ആവും, വി ഗെറ്റ് ദിസ് ആസ് 1/2. ഇനി കോസ് of A എന്ന് പറയുമ്പോൾ adjacent side by hypotenuse. So this is equal to root 3A divided by 2A. A main cancel out, we get the value as root 3/2. ഇനി അടുത്ത tan എന്ന് പറയുമ്പോൾ opposite side divided by adjacent side. So A divided by root 3A which is equal to A main cancel out. This is 1/root 3. ഇനി നമുക്ക് ബാക്കി മൂന്നെണ്ണം കണ്ടുപിടിക്കാൻ റെസിപ്രോക്കൽ എഴുതിയാൽ പോരെ. cosec of 30 എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ 2 ആവും. സീക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ 2/√3 ആകും. കോട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ നമുക്ക് √3 കിട്ടും. സോ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് 30 ഡിഗ്രിയുടെ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് 60 ഡിഗ്രിയുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇങ്ങനെ തന്നെ നമുക്ക് എഴുതാം. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഞാൻ അന്നേരം ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ വേർട്ടെക്സ് ആണ്. സോ ഇതിന്റെ സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഇസ് ഈക്വൽ ടു √3A divided by 2A. A main cancel out, we get the value as √3/2. ഇനി കോസ് എന്ന് പറയുമ്പോൾ
ഇതിന്റെ adjacent by hypotenuse which is a divided by 2a. a main cancel out, we get the value as 1 by 2. ഇനി അടുത്ത tan എന്ന് പറയുമ്പോൾ ഇതിന്റെ opposite by adjacent. So this is root 3a divided by a which is equal to root 3. ഇനി ബാക്കി മൂന്നെണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ പോരെ. സോ കൊസീക്കന്റെ വാല്യൂ വരും 2 by root 3, സീക്കന്റെ വാല്യൂ വരും 2 ആൻഡ് കോട്ടിന്റെ വാല്യൂ വരും 1 by root 3. ഈ വാല്യൂസ് നിങ്ങൾ മാറിപ്പോകാതെ, അതായത് തെറ്റിപ്പോകാതെ ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് ഇത് പഠിക്കാന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ആദ്യത്തെ 3 എണ്ണത്തിന്റെ വാല്യൂ മാത്രം, അതായത് ഇത് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നാണ് ഞാൻ ഇനി അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഐ തിങ്ക് നമുക്കിപ്പോൾ ഇത് പറയണോ അതോ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഒരുമിച്ച് ടേബിളിൽ എഴുതിയിട്ട് പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഇത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അന്നേരം ഇച്ചിരി കൂടെ ചിലപ്പോൾ അത് വീണ്ടും റെപ്പിറ്റേറ്റീവ് ആയിട്ട് തോന്നും. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇപ്പം ഞാൻ ഇതിൻ്റെ ഈസി മെത്തേഡ് പറയുന്നില്ല. ഇപ്പം ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട വാല്യൂസ് ആണ്, ഇത് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ ഈ വാല്യൂസ്. പക്ഷെ നമുക്ക് ഈ സെഷൻ്റെ എൻഡിൽ 45, 30, 60, 0 and 90 ഡിഗ്രി ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് ലാസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അടുത്ത നമ്മളുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് ആംഗിൾസ് നോക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതായത് ഇത് മെയിൻലി പറഞ്ഞാൽ പ്രൂഫ് അല്ല, കൂടുതലും നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ ബി സി. ഇതിനകത്ത് ബി ആണ് 90 ഡിഗ്രി, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ എ ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സൈഡില്ലേ എ സി, ഈ സൈഡിന് ഞാൻ ഇങ്ങനെ കുറച്ച് വരും. നമുക്ക് ആ ബുക്കിനകത്ത് ടെക്സ്റ്റിനകത്ത് ആ ഡയഗ്രാം കാണാൻ പറ്റും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനെ ഇങ്ങനെ കുറച്ച് വരും. അപ്പം ഈ സൈഡിനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരും തോറും ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞ ആംഗിളും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഞാൻ ഈ സൈഡിനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്ന് ഈ ഒരു പോയിന്റ് വരെ, ഏറ്റവും മാക്സിമം എനിക്ക് എത്തിക്കാവുന്ന ബി പോയിന്റ് വരെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. അപ്പം നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. എ ബി എന്ന് പറഞ്ഞ ഒരു ലൈനായിട്ട് നമുക്ക് കിട്ടും. ഇത് ട്രയാങ്കിൾ ആയിരുന്നു, പക്ഷെ ഇപ്പം ഇതൊരു ലൈൻ പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. സോ സീനെ നമ്മൾ താഴോട്ട് കൊണ്ടുവന്നു. ഇത് ഇനീഷ്യലി ഇങ്ങനെ ആയിരുന്നു എഴുതിയിരുന്നത്. സോ വി റൈറ്റ് ദാറ്റ് ആംഗിൾ എ ഈസ് വെരി ക്ലോസ് ടു 0 ഡിഗ്രി. ഇറ്റ്സ് 0 ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ we can say that angle A is very close to 0 degree. So we define sin 0 degree equal to 0 and cos 0 degree equal to 1. നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഇതിൻ്റെ പിന്നിലും കുറേ റീസൺസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ നിങ്ങൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. സോ വി ക്യാൻ റൈറ്റ് ആസ് വി ഹാവ് ടു സ്റ്റഡി ദീസ് ടു. sin 0 is equal to 0 and cos 0 equal to 1. സോ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എഴുതാമല്ലോ. tan 0 ഡിഗ്രി എന്താണ്? സൈൻ ബൈ കോസ് എന്ന് വെച്ചാൽ 0 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പം ഇനി കൊസീക്ക് എന്തായിരിക്കും? കൊസീക്ക് 0 ഡിഗ്രി ഈക്വൽ ടു സൈൻ 0ൻ്റെ റെസിപ്രോക്കൽ അല്ലേ എന്ന് വെച്ചാൽ ഇത് 0 ഡിവൈഡഡ് ബൈ 1 ആണ്. നമുക്ക് കൊസീക്ക് കിട്ടും 1 ഡിവൈഡഡ് ബൈ 0. ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ എന്തെഴുതും? നമ്മളിവിടെ നോട്ട് ഡിഫൈൻഡ് എന്നെഴുതും. ND നോട്ട് ഡിഫൈൻഡ്. ഇനി സീക്ക് 0 ഡിഗ്രി എത്രയാ? സീക്ക് 0 ഡിഗ്രി ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ. 1ൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1 തന്നെ. ഇനി ടാൻ്റെ റെസിപ്രോക്കലാണ് നമ്മളുടെ കോട്ട്. സോ കോട്ട് 0 ഡിഗ്രി ഈക്വൽ ടു വീണ്ടും 0ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇതും നോട്ട് ഡിഫൈൻഡ് ആണ്. ഇതാണ് നമ്മളുടെ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 0 ഡിഗ്രി. ഇനി അടുത്ത നമ്മൾ 90 ഡിഗ്രിയുടെ ആണ് റേഷ്യോസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനകത്ത് ഇങ്ങനെയാണ്, നമ്മളുടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC. നമ്മൾ നേരത്തെ ഈ സൈഡിനെ ആയിരുന്നു താഴോട്ട് കൊണ്ടുവരുന്നത്. ഇനി എനിക്ക് ഇതിനെ 90 ഡിഗ്രിയിലോട്ട്, അതായത് ഈ എനെ എനിക്ക് 90 ഡിഗ്രി ആക്കണം. അപ്പോൾ ഓൾറെഡി B 90 ഡിഗ്രി ആണ്. അപ്പം ഇവിടുന്ന് ഞാൻ ഈ സൈഡിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. അതായത് ഈ സൈഡിനെ ഇങ്ങനെ മണ്ടയിലോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ലൈനിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുക. അങ്ങനെയാണ് നമ്മൾ മെയിൻലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എ ഇവിടെ എത്തും, നമ്മളുടെ ബി ഇവിടെ ഓൾറെഡി ഉണ്ട് ആൻഡ് സിയും ഇവിടെ ഉണ്ട്. സോ ഇപ്പം നമ്മളുടെ എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ 90 ഡിഗ്രി ആണ് ആൻഡ് സിൻ്റെ വാല്യൂ വെരി ക്ലോസ് ടു 0 ഡിഗ്രി.
So here angle A is very close to 90 degree. Therefore we define sin 90 degree equal to 1 and cos 90 degree equal to 0. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. ഇത് രണ്ടും വെച്ചപ്പോൾ നമുക്ക് ബാക്കി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എഴുതാമല്ലോ. ഇപ്പം എഴുതിയ പോലെ തന്നെ tan 90 degree എന്താണ്? sin divided by cos എന്ന് വെച്ചാൽ 1 divided by 0 which is again not defined. കാരണം നമുക്ക് 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി cosec എന്താണ്? cosec 90 degree equal to ഇതിന്റെ reciprocal 1 ന്റെ reciprocal 1. sec 90 degree cos ന്റെ reciprocal 0 ന്റെ reciprocal എന്ന് പറയുമ്പോൾ that's again not defined. ഇനി അടുത്ത cot 90 degree എന്ന് പറയുമ്പോൾ tan 90 ഡിഗ്രിയുടെ reciprocal ആണല്ലോ എന്ന് വെച്ചാൽ 1 by tan 90 degree. tan 90 degree എത്രയാണ്? നോട്ട് ഡിഫൈൻഡിന്റെ റെസിപ്രോക്കൽ എന്താണെന്ന് ചോദിക്കില്ലേ, പക്ഷെ നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നില്ല നോട്ട് ഡിഫൈൻഡ്. പക്ഷെ അതിന്റെ ശരിക്കും ഇവിടെ എന്താ നമ്മൾ എഴുതിയിരുന്നത്? 1 divided by 0 എന്നല്ല. അപ്പം 1 divided by 1 divided by 0. അപ്പം ഈ 1/0ന്റെ റെസിപ്രോക്കൽ നമ്മൾ എഴുതണം എന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ 0. സോ cot 90 degree equal to 0. So these are the trigonometric ratios of 0 degree and 90 degree, and this is the end of today's class, and in the next session we'll discuss about the tips and tricks required to remember all these trigonometric ratios. Thank you.